നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്ന വിഷയം നമ്മളുടെ GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ KCMB പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളിവിടെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് KCMB പോർട്ടൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ KCMB പോർട്ടൽ എന്നുള്ള ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതല്ല എങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നേരിട്ട് എൻ്റർ ചെയ്തും നമുക്ക് ഈ ഒരു സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. അതായത് KCMB.AGKER.CAG.gov.in ഇതാണ് ആ ഒരു KCMB പോർട്ടലിൻ്റെ ലിങ്ക്. അത് നേരിട്ടും നമുക്ക് URL എൻ്റർ ചെയ്ത് നമുക്ക് ആ ഒരു സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു KCMB പോർട്ടൽ എന്ന് എഴുതിയതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു KCMB പോർട്ടലിൻ്റെ ഹോം പേജിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൽ നമ്മളിനി നേരെ ഏറ്റവും മുകളിൽ ആ ഒരു ടോപ്പ് റൈറ്റിലുള്ള ലോഗിൻ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു ലോഗിൻ പേജിലോട്ട് ഇത് പോയി അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാവുന്നതാണ്. ചൂസ് യുവർ ടൈപ്പ് ഓഫ് യൂസർ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പെന്നോ SCO CCO DDO നമ്പറൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നീട് നമ്മുടെ പാസ്വേഡ് ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഈ ഒരു വ്യക്തിക്ക് KCMB പോർട്ടലിൽ നിലവിൽ ലോഗിൻ ID ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ തൊട്ട് താഴ്ഭാഗത്ത് കാണുന്ന ക്രിയേറ്റ് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു വിൻഡോയിൽ ചൂസ് യുവർ ടൈപ്പ് ഓഫ് ID എന്ന ഭാഗത്ത് കുറേ ഓപ്ഷൻസ് കാണാം. എംപ്ലോയി, പെൻഷനർ, DDO, SCO CCO. ഇത് പല തരത്തിലുള്ള ലോഗിൻ ടൈപ്പുകളാണ്. നമ്മൾ ഈ ഒരു വ്യക്തി എംപ്ലോയി ആയതുകൊണ്ട് എംപ്ലോയിയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ല പെൻഷനായ വ്യക്തിക്ക്. കാര്യം KCMB പോർട്ടലിൽ ഈ GPFൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നമുക്കറിയാൻ കഴിയുന്നത്, മറ്റ് പല കാര്യങ്ങൾ ഏജിൽ നിന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ആ ഒരു സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പെൻഷനേഴ്സിനും KCMB പോർട്ടൽ ലോഗിനുണ്ട്. ഇനി അതല്ലെങ്കിൽ DDO ലോഗിനുണ്ട്, CCO SCO ലോഗിൻ. SCO ലോഗിനൊക്കെ ഉണ്ട്, അത് റെക്കൺസിലേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. CCO ലോഗിനും അതേപോലെ ഉണ്ട്. DDOയുടെ ലോഗിനുണ്ട്. DDOയുടെ ലോഗിലും റെക്കൺസിലേഷൻ പർപ്പസിനായാലും മറ്റ് പല കാര്യങ്ങളായിരിക്കും. ഇപ്പം നമ്മളുടെ ഓഫീസിൽ ഒരു വ്യക്തിയുടെ GPF ക്ലോഷറിൻ്റെ ഇത് വന്നു, അതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടുന്നതിന്, പുതിയൊരാളെ GPFൽ അഡ്മിറ്റ് ചെയ്തു, അതിൻ്റെ ഇൻറ്റിമേഷൻ വരുന്നത് അതിനകത്തായിരിക്കും. ഇപ്പോൾ NRI എടുക്കുന്നതിൻ്റെ ഇൻറ്റിമേഷനൊക്കെ ആ ഒരു KCMB പോർട്ടലിൽ നിന്നും DDOയുടെ ഇതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ തന്നെ നമ്മൾ എംപ്ലോയിയുടെ ലോഗിനിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണെന്ന വിവരം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പം ഈ ഒരു വ്യക്തി ഒരു എംപ്ലോയി ലോഗിനാണ്, അതുകൊണ്ട് ഞാൻ ആ ഒരു എംപ്ലോയിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഈ ഒരു എംപ്ലോയിയുടെ നമ്മൾ പെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ എംപ്ലോയിയുടെ പെന്ന് നമ്മളവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ ഈ എംപ്ലോയിയുടെ മൊബൈൽ നമ്പരും മെയിൽ ID യും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മൊബൈൽ ID യും മെയിൽ ID യൊക്കെ മൊബൈൽ നമ്പരും മെയിൽ ID യൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് സ്പാർക്കിൻ്റെ ഡേറ്റാബേസിൽ കൊടുത്തിട്ടുള്ളതായിരിക്കണം. അതല്ല എങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എംപ്ലോയിയുടെ കേസിൽ നമ്മൾ സ്പാർക്കിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെ ആയിരിക്കണം. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു DDO ലോഗിനിലൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബിംസിലും ഈ ഒരു ID സ്പാർക്കിലുള്ള അതേ വിവരങ്ങൾ തന്നെ ആയിരിക്കണം. ബിംസിൽ നമ്മളൊരു പ്രൊഫൈൽ സെക്ഷനുണ്ട്, അതിൽ കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു വിവരങ്ങളും DDO ലോഗിനൊക്കെ സെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇനി നേരെ നമ്മൾ താഴോട്ട് വന്നു നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്യുകയാണ്. ക്യാപ്ച എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ SMS ആയിട്ടും മെയിലിൽ ജിമെയിലിലോ ഏത് മെയിലോ ആയിക്കോട്ടെ, ഒരു മെയിലായിട്ടും ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ആ ഒരു പാസ്വേഡ് വെച്ച് നമുക്ക് KCMB പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനായിട്ട് നമ്മൾ മുമ്പേ കണ്ട അതേ ഇത് തന്നെ ആ ഒരു ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് യുവർ ടൈപ്പ് ഓഫ് യൂസർ എന്ന ഭാഗത്ത് നമ്മൾ എംപ്ലോയി ലോഗിനാണ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് എംപ്ലോയി ചെയ്യുന്നത്. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും പർപ്പസിന് ഇപ്പോൾ SCO CCO ഏത് ലോഗിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എംപ്ലോയി ലോഗിനാണ്, ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആ പുള്ളിയുടെ PF സ്റ്റേറ്റ്മെൻറ്റ്, മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ്, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇനി NRIക്ക് അപേക്ഷ ഇട്ടു അതിൻ്റെ ഒരു സാങ്ഷൻ ഓർഡറൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു എംപ്ലോയി ലോഗിൻ വഴി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ ഈ വ്യക്തിയുടെ പെന്ന്, അതായത് നമ്മളിപ്പം ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തിയുടെ പെന്നാണ് നമ്മളവിടെ എൻ്റർ ചെയ്യുന്നത്. അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് പാസ്വേഡ് നമുക്കിപ്പം മെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പാസ്വേഡ് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് തൊട്ട് താഴ്ഭാഗത്തുള്ള ക്യാപ്ച കൂടി നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു OTP വരുന്ന പേജിലോട്ടാണ് പോകുന്നത്. നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട്
OTP AGയിൽ നിന്ന് അയക്കുന്നതാണ്. നമ്മൾ ആ ഒരു OTP എൻ്റർ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ നമുക്ക് KCMB പോർട്ടലിൽ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നിലവിൽ സൈറ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ലോഗിൻ പേജിൽ വരുമ്പോഴേക്കും എൻ്റർ OTP അടിക്കാനുള്ള ഒരു ഭാഗം കാണും. പക്ഷേ തൊട്ട് താഴ്ഭാഗത്തുള്ള ലോഗിൻ ബട്ടൺ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പം കഴിവതും എല്ലാവരും ഓഫീസിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അങ്ങനെയോ അതിൽ ലാപ്ടോപ്പിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ ഈ ഒരു സൈറ്റിൽ പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേജിൽ നിന്നും മുന്നോട്ട് പോകാൻ നിലവിൽ കഴിയുന്നുള്ളൂ. ആ ഒരു ഇഷ്യൂ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നും KCMB പോർട്ടലിൽ നമുക്ക് കയറാൻ കഴിയുന്നില്ല എന്ന വിവരം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുക്കുമ്പോഴേക്കും നമ്മൾ KCMB പോർട്ടൽ ഹോം പേജിൽ വന്നു. അതിൽ ആ ഒരു ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് നമ്മളുടെ വിവരങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് നമ്മുടെ പേര്, പെന്ന്, മെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ കാണാൻ കഴിയും. വലതുവശത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലോൺ ഇൻറ്റിമേഷൻ, GPF അഡ്മിഷൻ, GPF ഓതറൈസേഷൻ, GPF മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ്, GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ GPF അഡ്മിഷൻ എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ പുതിയതായിട്ട് സർവീസിൽ കയറി നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മളുടെ GPFനുള്ള അപേക്ഷ AGയിലോട്ട് പോയി അതിൻ്റെ അഡ്മിഷൻ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഒരു ഫോം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്, ഒരു അഡ്മിഷൻ സ്ലിപ്പ്. ഇനിയിപ്പം GPF ഓതറൈസേഷൻ എന്ന മെനുവിൽ നിന്നാണെങ്കിൽ ഇപ്പം നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് നമ്മൾ GPF ക്ലോഷറിന് അപേക്ഷിച്ചു. അപ്പം ക്ലോഷറിൻ്റെ ആ ഒരു ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുന്ന് സാങ്ഷനായി വന്നത്, അതും പിന്നീട് ഇപ്പം GPF NRI എടുക്കുന്നു. അപ്പം അതിൻ്റെ സാങ്ഷൻ ഓർഡേഴ്സും ഒക്കെ ആ ഒരു GPF ഓതറൈസേഷൻ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസവും GPFലോട്ട് അടച്ച അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് GPF മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇനി അതിനുശേഷമാണ് GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് നമ്മൾ എടുത്ത് സൂക്ഷിക്കുന്നത്. ഒരു PDF ആയിട്ട് നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പം GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ നമ്മൾ GPFലോട്ട് എത്ര രൂപ അടച്ചു, അത് ആ വർഷം ഫുൾ എത്ര രൂപ അടച്ചു അത് കണക്കാക്കി അതിൻ്റെ പലിശയും കൂടെ കൂട്ടി ആ ഒരു സാമ്പത്തിക വർഷം അവസാനം നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടോ അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് എല്ലാ വർഷവും നമുക്ക് AGയിൽ നിന്ന് ലഭിക്കും. അത് ഓൾമോസ്റ്റ് ഒരു മെയ് മാസത്തോടു കൂടിയാണ് ലഭിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം 2025-26 ഫിനാൻഷ്യൽ ഇയറിലത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിന് നമ്മൾ GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഒരു ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 2019-20 തൊട്ടൊക്കെയാണ് ഈ KCMB പോർട്ടൽ വരുന്നത്. അപ്പം ആ ഒരു സമയം തൊട്ടുള്ള നമ്മുടെ GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 2025-26 തുടർന്ന് അടുത്ത വർഷങ്ങളിലും 2027, 28, 26, 27 ഇങ്ങനെയുള്ള വർഷങ്ങൾ വരുന്നതും ഇവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുത്താൽ മതിയാകും. നമുക്ക് ആ ഒരു PDF നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അതിനുശേഷം വലതുവശത്ത് അവിടെ ഡൗൺലോഡ് ഓപ്ഷനുണ്ട്, പ്രിൻ്റ് ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു വിവരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പരിശോധിക്കാൻ കഴിയുന്നതാണ്. ഇനി 2019 മുതലുള്ളത് നമ്മൾ പറഞ്ഞു, ഓരോ വർഷത്തെയും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പരിശോധിക്കാം. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് അടുത്ത ഒരു 24-25 കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഞാനത് സെർച്ചിൽ കൊടുത്തു, ആ PDF ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് ഓരോ വർഷത്തെയും ഫിനാൻഷ്യൽ ഇയറിലെയും GPF ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് KCMB പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതും പരിശോധിക്കാവുന്നതുമാണ്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.